എന്നെ സഹായിക്കാനാണോ അത് ഉപദ്രവിക്കാനാണോ എന്ന് അറിയത്തില്ല. ഏഞ്ചലും കൂടെ കൂടിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. നമ്മുടെ മെയിൻ ഐറ്റം അറ്റാച്ച്മെന്റ് രീതികളൊക്കെ കാണിക്കുന്ന പേപ്പറാണെന്ന് തോന്നുന്നത്. ഇത് ഇങ്ങനെയാണ് കേട്ടോ കേട്ടത്. ഇതാണ് ഞങ്ങളുടെ സാധനം. ഇത് കുറച്ച് ഹാർഡാണ്. ആൽഫബറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ബി ഫോർ ബാറ്റ് ആണ് കേട്ടോ പറയുന്നത്. 3 ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാ, ഏഞ്ചൽ ഭാവിക്ക് ഒരു വോക്കർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഡെലിവറി ആയിട്ടേ ഉള്ളൂ. ഒരു 3 മണിയായപ്പോൾ ഡെലിവറി ആയി. ഞാൻ ഒന്ന് കുളിച്ചൊരുങ്ങി നീറ്റായിട്ട് വന്നിട്ട് വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചിട്ട് പൊട്ടിക്കാതെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ എന്തായാലും പൊട്ടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വ്ളോഗിലോട്ട് പോവാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വ്ളോഗിലേക്ക് പോകാം. എന്നെ സഹായിക്കാനാണോ അത് ഉപദ്രവിക്കാനാണോ എന്ന് അറിയത്തില്ല. ഏഞ്ചലും കൂടെ കൂടിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. കൈയൊക്കെ നീട്ടി നിപ്പുണ്ട്. അവിടെ ഇരുന്ന ആളാണ്. ഇത് എടുക്കുന്ന കണ്ടിട്ട് ഓടി വന്നതാണ്. എന്താ സംഭവം എന്നറിയാം. എന്തായിരുന്നാലും ഇത് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഏഞ്ചലും എന്നെ നോക്കി ചിരിക്കുന്ന കേട്ടോ ഞാൻ പൊട്ടിക്കുന്നതിന്. ഇത് കൊണ്ടുവന്ന സമയത്ത് ഏഞ്ചൽ ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം മുതലേ ഏഞ്ചലിന് ഇതിന്റെ പുറത്തിരുന്ന് തട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏഞ്ചൽ ഇട്ടിട്ട് പോയി. കാരണം ഏഞ്ചലിനെ അറിയാതെ പൊട്ടിച്ചാൽ അതിനകത്താണ് സാധനം. ഇതിന്റെ പുറത്തത് ഇങ്ങനെ തട്ടിക്കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് ഏഞ്ചലിന് അറിയാം. ഇതിലെന്നെ പിടിച്ചിപ്പ ഏഞ്ചലിന്റെ സാധനം പാക്കിംഗ് ഒക്കെ ഓക്കെയാണ്. നമുക്കിനി ഐറ്റം എങ്ങനെയുണ്ടെന്നും കൂടെ നോക്കാം. കേട്ടോ, കിട്ടുന്ന 2 സാധനങ്ങൾ. നമ്മുടെ മെയിൻ ഐറ്റം. പിന്നെ എന്റെ ഹാൻഡില്, പിന്നെ ഒരു ഇൻസ്ട്രക്ഷന്റെ ആണെന്ന് തോന്നുന്നു. ഒരു ചെറിയ പേപ്പറും കൂടെ കിടപ്പുണ്ട്. ഇത് അറ്റാച്ച്മെന്റ് രീതികളൊക്കെ കാണിക്കുന്ന പേപ്പറാണെന്ന് തോന്നുന്നത്. ഇതിനകത്തെല്ലാം ഉണ്ട്. സ്റ്റെപ്പുകളൊക്കെ ഇതിനകത്തുണ്ട്. നമുക്കിനി ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന രീതിയിൽ ചെയ്യാം. സ്ക്രൂവിന്റെ ഒക്കെ കാര്യം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് കാണുമായിരിക്കും. അപ്പൊ ഓക്കെ, പെട്ടി കാലിയായിട്ടുണ്ട്. ഏഞ്ചലിന് പെട്ടി കൊടുത്ത് നയിക്കണം. ഏഞ്ചൽ, അപ്പൊ ഇത് നമുക്കിനി സെറ്റ് ചെയ്യാം. 2 ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇങ്ങനെ കറക്കി കളിക്കുന്നത്. അതിനകത്ത് ABCD ഒക്കെ ഉണ്ട്, നമ്പരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ വിചാരിച്ച് നിൽക്കുന്നതായിരിക്കുന്നു. പക്ഷെ ഒന്നും നിൽക്കുന്നതല്ല കേട്ടോ. അതിനകത്ത് ബാറ്ററി ഒക്കെ ഇടാൻ പറ്റും. മനസ്സിലാവുന്നില്ല എന്താ സംഭവം. വെള്ളമൊക്കെ ഒഴിക്കാൻ പറ്റുന്ന രീതിയാണ്. ഇതൊക്കെ കറക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്നതാ. ഇതിങ്ങനെ ഇങ്ങനെ കറക്കുന്നതാണ്. പിന്നെ നോക്കാം, ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് നോക്കാവേ. അതാ ഞാൻ ഉദ്ദേശിച്ച സാധനം. ഇതാണ് ഈ ബോർഡാണ്. ഇങ്ങനത്തെ നമ്പറിന്റെ ഒക്കെ ഉണ്ട്. നമ്പര്, ആൽഫബറ്റ്സും നമ്പരൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ബാക്കി ഇവിടെ വെള്ളമൊക്കെ ഒഴിക്കാൻ പറ്റും കേട്ടോ. നടുവേന എടുക്കുന്നതിന് ഇരുന്നിരുന്ന്. ഇത് നമുക്കിനി ഫിറ്റ് ചെയ്യാം. എന്താ ഇതിനകത്തുണ്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നുള്ള രീതിയൊക്കെ. ഇതടുത്ത് ഇങ്ങനെ കയറ്റി വെക്കണമെന്നാണ് കാണിച്ചിരിക്കുന്നത്. സ്ക്രൂ ഒന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഇത് ഇങ്ങനെയാണ് കേട്ടോ കയറ്റുന്നത്. 2 സൈഡ് ഇങ്ങനെ കയറ്റി വെച്ചാൽ മാത്രം മതി. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. എളുപ്പമാണ്. ഇങ്ങനെ കയറ്റി വെക്കുന്നതേ ഉള്ളൂ. ഇതിലിങ്ങനെ പിടിച്ച് ഏഞ്ചൽ നടക്കും. ഇതിങ്ങനെ ഇങ്ങനെ 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 ഏഞ്ചൽ പിടിച്ച് നടക്കും.
പിന്നെ ഇതിനകത്താണ് സെറ്റിങ്സ് ഒക്കെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ചിന്തിച്ച് ബുദ്ധിമുട്ടാനുള്ള ഒന്നുമില്ല ഇതിനകത്ത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. മെയിൻസ് ഇതിൽ കുറച്ചേരം അത് വെച്ചിട്ടിരിക്കട്ടെ. ഓക്കെ, അടുത്ത് ഇതാണ് കേട്ടോ. ഇത് അടിയിലൂടെ ആണോ കൊടുക്കേണ്ടത്, മുകളിലൂടെ ആണോ കൊടുക്കേണ്ടത്? ഇങ്ങനെ തന്നെ. ഓക്കെ, അപ്പൊ ഇതാണ് ഞങ്ങളുടെ സാധനം. അപ്പൊ സെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എഞ്ചിൽ ഇവിടെ കളിയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എഞ്ചിൽ തുടക്കത്തിൽ തന്നെ ഇതൊക്കെ കറക്കി കറക്കിയാണ് കളിച്ചത്. ഇപ്പൊ ഇതൊക്കെ കിട്ടിയപ്പോ ഇതിനകത്തോട്ട് പോയിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഇടാൻ ആൾ ട്രൈ ചെയ്യുന്നൊക്കെ ഉണ്ട്, നോക്കാം. പിന്നെ ഇതാണ്ട് ഇതിങ്ങനെ കറക്കാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ കറക്കും. ഇത് കുറച്ച് ടൈറ്റ് ഉണ്ട്, പിള്ളേർക്കൊന്നും പെട്ടെന്ന് കറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതൊരു ബട്ടർഫ്ലൈ ആണ്. ഇതിങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ബട്ടർഫ്ലൈ. ഇതിനകത്ത് ആനിമൽസും ഫ്രൂട്ട്സും പിന്നെ ഇതാ ആൽഫബറ്റ്സും നമ്പേഴ്സൊക്കെയാണ് കേട്ടോ ഉള്ളത്. എഞ്ചിൽ അതിനകത്തോടെ സാധനം ഇട്ട് അതിനകത്ത് വീഴുമ്പോൾ ക്ലാപ്പ് ചെയ്തൊക്കെ കളിക്കുകയാണ് കേട്ടോ. അതിനകത്ത് വെച്ചിട്ട് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്, നോക്കാം. ഓക്കെ, ഗുഡ്. എന്നിട്ട് താണ്ട ഇതും ഇതുപോലെ കറക്കിയൊക്കെ കളിക്കാൻ പറ്റും കേട്ടോ. രണ്ട് സൈഡും കൂടെ ഇങ്ങനെ കറക്കാൻ പറ്റും. ഇതിനകത്ത് നമ്പേഴ്സ് ഒക്കെ ആണ് കേട്ടോ ഉള്ളത്. ഇതിനകത്ത് നമ്പേഴ്സ് ആൽഫബറ്റ്സും ആണുള്ളത്. ഇവിടെയും നമ്പേഴ്സ് ആണ് കേട്ടോ ഉള്ളത് രണ്ട് സൈഡിലും. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ടയർ നമുക്ക് കറങ്ങാൻ പറ്റാത്ത രീതിയിലൊക്കെ ലോക്ക് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. എഞ്ചിലിപ്പോ കളി ഇരിക്കുന്നോണ്ട് എനിക്ക് അവള് സമ്മതിക്കുന്ന കാര്യത്തിൽ ഡൗട്ടുണ്ട്. അവൾക്ക് എന്താണെന്നും കത്തിയിട്ടില്ല, കളിക്കേണ്ട സാധനമാണെന്ന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. എന്താണെന്നും കാണിച്ചാൽ നോക്കട്ടെ, ഒന്ന് കറക്കട്ടെ. എന്നാണ്ടേ ഇത് കണ്ടല്ലോ, ഈ കറങ്ങുന്നത് കറങ്ങാൻ പറ്റാത്ത രീതിയിൽ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇതാ അതെ, ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ? ഇതിങ്ങനെ കറക്കി ഈ ഊട്ടേനകത്തോട്ട് കയറ്റി വെക്കണം. അങ്ങനെ തന്നെ ഈ സൈഡിലും രണ്ട് സൈഡിലും ചെയ്യണം കേട്ടോ. എനിക്ക് ഇതാണ്ടേ ഇങ്ങനെ കയറ്റി വെച്ച് ഇത് രണ്ടും കറങ്ങില്ല. ഏഞ്ചല് കൈയിരുന്ന് ഭയങ്കര ഇതാകുവാണ്. അതാ മൈക്ക് എടുക്കാൻ വന്നിരിക്കുവാണ്. നയൻജി ഇവിടെ ഇരിയുമ്പോ വേണ്ട കളിച്ചേ, കൊച്ചു കളിക്കും. അപ്പം ഈ രണ്ട് ടയറും ഇപ്പൊ ലോക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇത് കറങ്ങത്തില്ല കേട്ടോ. ഇപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത യൂസ് ചെയ്യാത്ത ടൈമിലൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ ചെയ്തു വെച്ചാൽ പിള്ളേര് പെട്ടെന്ന് പിടിക്കുകയും വീഴ്ചകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇതിനെപ്പറ്റി ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇതുണ്ട്, ഇതിനകത്ത് നിൽക്കാൻ നമ്പേഴ്സ് കേൾക്കാം, ആൽഫബറ്റ്സും കേൾക്കാം. ഇതിനകത്ത് നമ്മൾ രണ്ട് ബാറ്ററി ഇടണം. എന്നിട്ട് ഇത് വേണ്ട ഇതിനകത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കണം. ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല, ബാറ്ററി ഇട്ടിട്ട് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇത് നമുക്കിങ്ങനെ തുറക്കുകയും അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഇതിൽ ബാറ്ററി ഒക്കെ ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടാൻ നോക്കാം കേട്ടോ. പിന്നെ ഇതിന് പറയാൻ മാത്രം വെയിറ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു കുപ്പി കണക്കുണ്ട്, ഒരു ചെറിയൊരു കുപ്പി സെറ്റപ്പ് ഉണ്ട്. ഇത് തുറന്ന് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കണം. എന്നാൽ മാത്രമേ ഇതിന് കുറച്ച് വെയിറ്റ് ഫീൽ ചെയ്യത്തുള്ളൂ. അത് വെയിറ്റ് ഉണ്ടായിരിക്കണമെന്ന് പറയാൻ കാരണം പിള്ളേരൊക്കെ വെയിറ്റ് ഇല്ലെങ്കിൽ പിള്ളേർക്ക് പെട്ടെന്ന് ഉരുട്ടിക്കൊണ്ട് പോകാനും വീഴാനൊക്കെ സാധ്യതയുണ്ട് തുടക്കത്തിൽ. അപ്പം ഇച്ചിരി വെയിറ്റ് ഉണ്ടെങ്കിൽ അവർ പതുക്കെ മാത്രമേ പിടിച്ച് നീക്കൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. നല്ല കാര്യമായിട്ട് എനിക്കും തോന്നുന്നു. വെയിറ്റ് ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നമ്മളായിട്ട് വെയിറ്റ് കൂട്ടാൻ കുറയ്ക്കാൻ പറ്റുന്ന നല്ലൊരു സെറ്റപ്പ് ആയിരിക്കും. ഇതിലെ സാധനമൊക്കെ മേടിച്ച് ഉമ്പയൊക്കെ കൊടുക്കുന്ന ഉമ്മയാണ് കേട്ടോ, കൊച്ചു ഉമ്പാന്നാണ് പറയാറ്. അപ്പൊ നമുക്ക് ഇതിന് ഈ സാധനം ബാറ്ററി ഒക്കെ ഇടാം. ബാറ്ററി ഇട്ട് ഇതിന്റെ വർക്കിംഗ് എങ്ങനെ ഇടാൻ നോക്കാം. ബാറ്ററി ഇപ്പൊ വീട്ടിലില്ല, ഉണ്ടോ റിമോട്ടിൽ വല്ല ബാറ്ററി വല്ല ഊരിയിട്ടൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷെ ഇതൊക്കെ ഊരാൻ സ്കൂട്ടർ വയറൊക്കെ വേണം കേട്ടോ. അതിന് സ്കൂട്ടർ വയറിനല്ലേ പറയുന്നത്? സ്ക്രൂ ഡ്രൈവർ വേണം. അപ്പം ഏഞ്ചൽ ഇവിടെ ഇരുന്ന് കളിക്കട്ടെ, ഞാൻ വല്ല സ്ക്രൂ ഡ്രൈവറും ഉണ്ടോന്ന് നോക്കാം. പ്രിയ ഇതെവിടെ നിന്നൊക്കെ ഒപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ഹാക്ക് നോക്കാൻ വേണ്ടിയിട്ട് കൊന്തയില് കുരിശൊക്കെ ഇട്ട് കറക്കി നിൽക്കും. പക്ഷെ അത് കുറച്ച് വല്ലാണ്ട് പറ്റിയില്ല. ഇപ്പൊ സാധനം കൈ കിട്ടിയിട്ടുണ്ട്, നമുക്ക് കറക്കാം. ഇതെനിക്ക് അറിയത്തില്ല, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്ത് ശീലമില്ല. കറക്റ്റാണ്. ഏഞ്ചൽ എന്നെ പിടിച്ച് വലിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഏഞ്ചലേ ഓക്കെ, തുറന്നിട്ടുണ്ട് ഞാൻ.
അപ്പം ബാറ്ററി വീട്ടിൽ ഇല്ലായിരുന്നു കേട്ടോ. എല്ലാം റിമോട്ടിലുള്ള കൊച്ചു ബാറ്ററിയാണ്. അതുകൊണ്ട് അപ്പേനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് കേട്ടോ ബാറ്ററി മേടിക്കാൻ. അപ്പം ഏഞ്ചലിനെ നമുക്ക് ആദ്യം ഒന്ന് നടത്തിച്ച് നോക്കാം. ഏഞ്ചൽ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. വാ ഏഞ്ചലിനെ നമുക്ക് നടക്കാം. അപ്പം ഏഞ്ചലിനെ നമുക്ക് നടത്തിക്കാം. ഏഞ്ചല് മൈക്ക് പിടിക്കാനാണ് ഓടി വന്നത്. വാ പിടി. ഏഞ്ചല് പിടിച്ചെഴുന്നേക്കും. ഇവിടെ ആണേലും കസേരയൊക്കെ ആണേലും അയ്യോ പൊക്കി എടുക്കും. എനിക്ക് പേടിയാന്ന്. ഏഞ്ചലിന് നിൽക്ക് പറഞ്ഞിട്ട് ഏഞ്ചല് മൈക്കിലാണ് സെൻസ്. നമുക്കെല്ലാം വെള്ളവും കൂടെ ഒഴിച്ചു നോക്കാം. അതിന് പെട്ടെന്ന് ഓടി അങ്ങ് പോകുന്നത്. ഏഞ്ചല് പിടിച്ചുടഞ്ഞ് തന്നെ അങ്ങ് നീണ്ടു പോകുകണ്ടതാ. ഇവള് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പോലും ഏഞ്ചൽ അങ്ങനെ ആയിട്ടില്ല. ഏഞ്ചല് പിടിച്ചൊക്കെ എഴുന്നേക്കുന്നുള്ളൂ. എനിക്ക് ഏഞ്ചലിനെ പിടുത്തൊക്കെ കണ്ടിട്ട് ഒടിഞ്ഞു വരുമെന്ന് പേടിയാവുന്നു. പിടിച്ചിട്ടൊക്കെ വലിക്കുന്നുണ്ട് ഏഞ്ചല്. ചിരിക്കുന്നു. ഏഞ്ചൽ നമുക്ക് അതിനകത്ത് വെള്ളം ഒഴിച്ചു നോക്കാം. കാരണം അവള് പിടിക്കുമ്പോ തന്നെ അതങ്ങ് നീണ്ടങ്ങ് പോകുന്നുണ്ട്. അപ്പം ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഏഞ്ചലിനെ കൊണ്ട് നടത്തിക്കാന്ന് വിചാരിച്ചേ. കാരണം ഏഞ്ചൽ ഇത് പിടിക്കുമ്പോ തന്നെ ഇങ്ങനെ അങ്ങ് പോകുക ഏഞ്ചലിന്റെ ആ പിടിയിൽ തന്നെ. അതുകൊണ്ട് ഇനി ഞാൻ തിരിച്ചിട്ടൊന്ന് വെള്ളം ഒഴിക്കട്ടെ. വെള്ളം ഇതിനകത്തുണ്ടായിരുന്നു. നമുക്ക് മൂരിയിട്ട് വെള്ളം ഒഴിക്കാം. കുപ്പിയിലൊക്കെയാണ് കേട്ടോ ഞാൻ വെള്ളം നിറച്ചിട്ട് വന്നത്. അതിനകത്ത് വെള്ളം ഒഴിക്കാൻ ഇതാകുമ്പോ കുറച്ച് എളുപ്പമായിരിക്കും. ഇത്രത്തോളം വെള്ളം പോകുന്നു. അപ്പൊ ഇതിനകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ. 1 ലിറ്ററിന്റെ ഒരു ഇച്ചിരി വെള്ളം മാത്രമേ ബാലൻസ് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇതാ ഞാൻ കാണിച്ചുതരാം. ഇത് 1 ലിറ്ററിന്റെ കുപ്പിയാണ്. ഇത്രയും വെള്ളം മാത്രമാണ്. അപ്പം ബാറ്ററി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ബാറ്ററി ഇടാം. ഇനി കടകളൊക്കെ വീട്ടിനടുത്തന്നുള്ളതുകൊണ്ട് ആവശ്യമൊന്നും ഓടിപ്പോയി മേടിക്കാൻ കേട്ടോ. ഇതിനകത്തൊക്കെ വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഏഞ്ചലിനെ ഇരുത്തിയിട്ട് വേണം. ഒന്ന് വർക്കിംഗ് ആണോ നോക്കാതെ. ഇതിൽ നിൽക്കും ആണോ? ആദ്യം ഓഫ് ഓണൊക്കെ ഉണ്ട് കേട്ടാ. ഓണായി. അതെന്തോ ഇങ്ങനെ പറയത്തോളാം. എന്തായാലും നോക്കിക്കേ. ഈ 1 2 3 ഞാൻ വിചാരിച്ച് പറയുന്നു. ജസ്റ്റ് ഒരു ടൂണിങ് ഉള്ള കേട്ടാ. കണ്ടിങ്ങനെ ടൂണിങ് ഉള്ളു ഇതിന്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതിനകത്തൊക്കെ പറയുന്നുണ്ട്. ABCD ആൽഫബറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ വാട്ടർമെലൺ, സ്ട്രോബെറി അതൊക്കെ പറയുന്നുണ്ട്. മ്യൂസിക് ഒക്കെ ഉണ്ട്. മ്യൂസിക് മോഡുണ്ട്. അപ്പൊ സൗണ്ട് കേട്ടോണ്ടിരിക്കാം. കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എനിക്ക് 1 2 3 മാത്രം ട്യൂണിങ് ആയതിനോട് വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല. കണ്ട് ഇത്രേ ഉള്ളൂ. ഇത് 1 2 3 4 എന്നൊക്കെ പറഞ്ഞാൽ നന്നായിരുന്നേനെ. ആൽഫബറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ഇതിന് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാവേ. ബൈ ബൈ എന്തോ പറയുന്നുണ്ട്. അപ്പൊ ഇതിന് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാം കേട്ടോ. ഇതെനിക്ക് വലിയ ഇതില്ല എങ്ങനെ ഫിറ്റ് ചെയ്യണ്ടെന്നുള്ള രീതിയിൽ. ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം. കൊള്ളാം. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ടൂണിങ് കേൾക്കുന്നത്. കൊള്ളാട്ടോ. അടിപൊളി സാധനം. സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതാണ് കീബോർഡ് സെറ്റിംഗ്. അപ്പൊ ഇതിനെ പറ്റി പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അതിനകത്ത് കുറെ മോഡുകളുണ്ട്. അപ്പൊ എല്ലാം ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പൊ മനസ്സിലാക്കി പറയാന്ന് വെച്ചാൽ കുറച്ച് പാടാണ്. അപ്പം
എന്തായിരുന്നാലും ഇതിന്റെ റിവ്യൂ ഞങ്ങൾ പ്രത്യേകം ചെയ്യുന്നതായിരിക്കും. അതിന്റെ കൂടെ ഇതിനെ പറ്റി ഇതിന്റെ എല്ലാ സെറ്റിംഗ്സിനെ പറ്റി നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ജസ്റ്റ് എന്തുവാ ഇങ്ങനെ കുറെ നമ്പേഴ്സ് ആൽഫബറ്റ്സും ഉണ്ട്, കുറച്ച് നോട്ട്സ് ഉണ്ട്, പിന്നെ എന്തുവാ ഓൺ ബട്ടൺ ഉണ്ട്, ഓഫ് ബട്ടൺ ഉണ്ട്, സൗണ്ട് കൂട്ടുന്ന കുറയ്ക്കുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ മെയിൻ ആയിട്ട് ഇതിനകത്തുള്ളത്. പിന്നെ അതിന്റെ രീതികളൊക്കെ പിന്നെ കുറച്ച് ഫ്രൂട്ട്സിന്റെ ഒക്കെ ഇമേജും അത് നിൽക്കുമ്പോൾ അതിന്റെ പേരും അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഏഞ്ചലിനെ ജസ്റ്റ് ഒന്ന് നടത്തിച്ച് നോക്കി. ഏഞ്ചലിന് നിന്ന് കളിക്കാനുള്ള ഒരു എന്താ പറയണ്ട ഒരു ടോയ് ആയിട്ടാണ് ഇതിനെ കാണുന്നത് ഇപ്പൊ വരെയും. എന്താന്ന് അറിയത്തില്ല. ആളാവുന്ന ഒന്നും കൂടെ നിർത്തി നോക്കാം നമുക്ക്. ഏഞ്ചലിനെ ഒന്ന് നിർത്തട്ടെ. പിടിച്ചെന്ന ഏഞ്ചല്. ഷോ ഇതില് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് നടക്കാറുണ്ട്. എവിടാ? ടി സി അല്ലായിരുന്നു. ടി സി അല്ലേ? അപ്പം ഏഞ്ചല് നടക്കാൻ തീരെ സഹകരിക്കുന്നില്ല. അതാ ഇവിടെ ഇരുന്ന് കുത്തിക്കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നടക്കാനാണ് നിന്ന് തരുന്നതേ ഇല്ല. അപ്പം കൂടുതൽ ബുദ്ധിമുട്ടിക്കണം വിചാരിച്ചിരിക്കട്ടെ എന്ന് കരുതി ഓരോന്നിനൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് നാൾ നന്നായിട്ട് അവളെ കൊണ്ടൊന്ന് യൂസ് ചെയ്യിക്കണം. ഫസ്റ്റ് ഡേ ആയതൊക്കെ എന്താന്ന് മനസ്സിലാവാത്തതിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും ഏഞ്ചലിന് നന്നായിട്ട് യൂസ് ചെയ്തതിന് ശേഷമാണ് റിവ്യൂ ആയിട്ട് ഒരു ദിവസം ഇടാൻ കേട്ടോ. ഇതിപ്പോ ജസ്റ്റ് ഇതിന്റെ അൺബോക്സിങ്ങും പിന്നെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ മാത്രമാണ് കേട്ടോ ഈ വ്ളോഗിനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മറ്റേ റൗണ്ടിലുള്ള വോക്കർ മേടിക്കുന്നതിനേക്കാളും ബെസ്റ്റ് ഓപ്ഷൻ ഇതുപോലത്തെ ഒരു വോക്കർ തന്നെയാണ് കേട്ടോ. അതിനകത്ത് പിള്ളേര് മറിഞ്ഞു വീഴാനൊക്കെ സാധ്യതയുണ്ട്. ഇതിനകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ എന്തായാലും കുറച്ച് നാൾ ഞങ്ങൾ ഇന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ റിവ്യൂ കണക്ക് ഞങ്ങൾ വേറൊരു വ്ളോഗ് ചെയ്യാം. അപ്പം ജസ്റ്റ് ഇത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.